ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിലേയും കണ്ട പോലെ കുറച്ച് ഡാറ്റാബേസിലും കാര്യങ്ങളും കുറച്ചുകൂടെ പ്ലേസ് വന്നിട്ട് പിന്നെ നമ്മുടെ വരാൻ പോകുന്ന 20-ാം തീയതി, അതായത് ഈ വ്യാഴാഴ്ച മിക്കവാറും ഒരു ചെറിയ എന്താ പറയുക 200-250 MB ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടാവും എന്നാണ് കേട്ടത്. എത്രത്തോളം സത്യം എന്നറിയില്ല, എന്നാലും കുറച്ചൊരു ഇതുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം മച്ചാമാരെ. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സെലക്ഷൻ കോൺട്രാക്ട് എങ്ങനെയാണ് പെട്ടെന്ന് എടുത്ത് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഉറപ്പായിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് എന്താ പറയുക ഒരു ദിവസം തന്നെ മതി അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു ദിവസം വേണ്ട, കാരണം എളുപ്പത്തിൽ സ്കില്ലപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ വിഷയം കംപ്ലീറ്റ് ചെയ്താൽ പെട്ടെന്ന് തീർക്കാം. പിന്നെ അടുത്ത റൗണ്ട് വന്നാൽ മാത്രമേ നമുക്കത് തീർക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പവറാക്കുക മച്ചാമാരെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ വെച്ചാണ് നമ്മുടെ ബാസ്റ്റണിൻ്റെ. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും എടുക്കാൻ പോകുന്ന ഒരു പാക്ക് ബാസ്റ്റണിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഷോട്ട് ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ബാസ്റ്റണിയാണ്. പിന്നെ ഒരു പ്ലെയറും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എടുക്കുന്നവർ കമൻറ്റ് ചെയ്യുക. കാരണം CV ഉള്ളവർക്ക് നല്ലൊരു പൊസിഷന് പറ്റിയ ഒരു പ്ലെയറാണ് ബാസ്റ്റണി. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗോൾ സെലിബ്രേഷൻ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് പറയുന്നില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഇറ്റലി ടോട്ടിയുടെ ഒരു പാക്ക് ഡാറ്റാബേസിൽ വന്നിട്ടുണ്ട്. ഇന്നലെ വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് പറയാമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഒരു പാക്ക് നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ വരാൻ പോകുന്ന തിങ്കളാഴ്ച ഉറപ്പായിട്ടും ഇറ്റലിയിൽ ഒരു എപ്പിക് പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെന്തായാലും ടോട്ടിയുടെ ഒരു ഡബിൾ ബൂസ്റ്റർ പ്രതീക്ഷിക്കാം. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എപ്പിക് ഗോൾഡൻ അച്ചീവ്മെൻറ്റ് 2008 എന്ന് പറഞ്ഞ ഈ ഒരു പാക്ക് ഗൈസ്, ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു കൺസെപ്റ്റ് ആയിട്ടായിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ബേസിക്കലി ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ കൊനാമി എന്തായാലും ഷുവറായിട്ട് ഈ ഒരു കാർഡ് കൊണ്ടുവന്നാൽ നല്ലൊരു കോയിൻ നമ്മൾ പൊട്ടിച്ചിട്ടാണെങ്കിൽ എടുക്കും. കാരണം നിങ്ങൾക്കറിയാം 2008 നമ്മുടെ റൊണാൾഡോനെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാക്കൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഈ ഒരു കൊനാമി തന്നെ ഈ ഫുട്ബോൾ തന്നെ സെർവർ അടിച്ചു പോകും. കാരണം റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്, ടോറസ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ മെസ്സിയും റൊണാൾഡോ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സംഭവം അടിച്ചു പോകും. പിന്നെ ടോറസും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഇത് കലക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക ഇതിനു വേണ്ടി ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു എന്താണ് മച്ചമാരെ. അപ്പോൾ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, ഈ വ്യാഴാഴ്ച നമ്മുടെ മാച്ച് പാസ് കഴിയാൻ പോവാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയിരുന്നു 23/3/2025 കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും പുതിയ മാച്ച് പാസ് വരും. അതിനോടനുബന്ധിച്ച് ഒരു 100-150-200 പോയി എന്തായാലും MB മിക്കവാറും പോകും. കാരണം MB എന്തായാലും പോകും. പിന്നെ നമ്മൾ ആദ്യം എടുത്തോണ്ട് നമുക്കൊന്നും ലാഭമില്ല, പുതിയ ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇതിൽ ലാഭമുള്ളൂ എടുക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഓൾറെഡി കാണിച്ചു തരാൻ വന്നത് നമ്മൾ നോക്കിയപ്പം നെതർലാൻഡ്സിൻ്റെ പാക്ക് പോവുകയാണ്. അപ്പം മിക്കവാറും പുതിയൊരു മാനേജർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹൈലൈറ്റ് കാർഡ് റോൾ ചേഞ്ചസ്, പിന്നെ പോർട്ട്വേൻ്റെ നമ്മുടെ സൂപ്പർ ലീഗ്, അതുപോലെ തന്നെ നമ്മുടെ AFC ചാമ്പ്യൻ ലീഗ്, ഈ 3 പാക്കുകൾ ഹൈലൈറ്റ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എടുത്തവരുടെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ട്രോഫിയുടെ എന്താ പറയുക ട്രിക്ക് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഞാനത് ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് ഈ ഒരു 3 കാർഡുകളാണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു കാർഡുകളും പിന്നെ നമ്മുടെ മാച്ച് പാസും മാനേജർ പാക്കും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊനാമി എന്തെങ്കിലും കൊണ്ടുവരാണ്ടിരിക്കില്ല. കാരണം ഇത്രയും ആ ഒരു സ്പേസ് നികത്താൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ബ്ലിറ്റ്സ് സണ്ണ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ് ചെയ്യാൻ കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ലൈവ് രാത്രി ഇപ്പോൾ വരാത്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഓൾറെഡി വേറൊരു വ്ളോഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ചാനലും കൂടി ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ വരുന്നതായിരിക്കും, ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.